ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഫൂൾ കാർഡാണ്. ഇത് ഒരു പുതിയ തുടക്കമാണ്. വളരെ കോൺഫിഡൻസോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു സമയം പറ്റുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം നിങ്ങൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ കടമ്പകളാണ് നിങ്ങൾ കടക്കേണ്ടത്, ആരൊക്കെ നിങ്ങളെ എതിർക്കും, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. അങ്ങനെ അറിഞ്ഞിട്ടും നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നിൽ ഏതൊരു തടസ്സം വന്നാലും അതിനെയെല്ലാം നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അതായത് വരുന്നിടത്ത് വെച്ച് കാണാം, അങ്ങനെയുള്ളൊരു കോൺഫിഡൻസോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ വിജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെ കൂളായിട്ട് വളരെ സന്തോഷത്തിൽ കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറേ വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടാകാം, അല്ലെങ്കിൽ നഷ്ടങ്ങളുണ്ടാകാം. ഇതൊക്കെ ഉണ്ടെങ്കിലും വളരെ കൂളായിട്ട് നിങ്ങളാണ് വിജയി, അപ്പോൾ അതുകൊണ്ട് തന്നെ ആവണം വരുന്നത് വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇവിടെ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് അങ്ങനത്തെ രീതിയിലൊക്കെ ചിന്തിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. എന്തു വന്നാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്നൊരു ആറ്റിറ്റ്യൂഡോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഓർഡിനറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രപഞ്ചവുമായിട്ട് കൂടുതൽ അടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിലുള്ള പല കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നേച്ചറുമായിട്ട് കൂടുതൽ അടുക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ ഇന്നർ വോയിസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഹൈ പ്രീസ്റ്റീസിൻ്റെ ഒരു എനർജിയാണ്. അതുമാത്രമല്ല ഇവിടെ ഹൈ പ്രീസ്റ്റീസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മെഡിറ്റേഷൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഡിവൈനുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങളുടെ സോളുമായിട്ട് ശരിക്കും കണക്റ്റഡ് ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് ഇതിലെ ഒരു മെസ്സേജ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ നിങ്ങൾ എവിടെയെങ്കിലും പോയി നിൽക്കുന്ന സമയത്തോ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻറ്റ്യൂഷനായിട്ട് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത
ഒരു കാര്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ സാധിക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയം സ്പിരിച്വലി വളരെ ബ്ലെസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്തെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക. പലതരത്തിലുള്ള സ്പിരിച്വലായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഈ സമയം നിങ്ങളിലേക്ക് വരും എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ തോന്നലുകളെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ സോള് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പലപ്പോഴും അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സമയം അതൊന്ന് ശ്രദ്ധിക്കുക എന്നാണ്. അതായത് ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് ഒരു ഫെമിനിയൻ എനർജിയാണ്. ടാരോയിൽ ഇതൊരു ദേവീഭാവമാണ്. അതായത് നിങ്ങൾ ഉപാസിക്കുന്ന ദേവത നിങ്ങളോട് പല കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് എന്നാണ്. പക്ഷേ നിങ്ങൾ പുറത്തുള്ള കുറേ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കിട്ടുന്ന മെസ്സേജസ് ഒന്നും ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ചില ഹിൻറ്റുകളൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കാം, ലഭിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് ഇന്ന കാര്യമാണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തെ ശ്രദ്ധിക്കാനാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ മുന്നിലുള്ള ആ ഒരു പ്രകൃതിയെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ പ്രപഞ്ചവുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവുമ്പോൾ പ്രപഞ്ചം നിങ്ങളോട് പല കാര്യങ്ങളും കൺവിൻസ് ചെയ്യിക്കാൻ തുടങ്ങും. അതുപോലെ നിങ്ങളുടെ ഇന്നർ വോയിസ്, അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ കംപ്ലീഷനാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു വേൾഡ് കാർഡിൻ്റെ എനർജിയാണ്. അത് മാത്രമല്ല നമുക്കിവിടെ വേൾഡ് കാർഡ് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്, ഇതിൽ ഈ ഒരു കംപ്ലീഷൻ എന്ന കാർഡിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ട് കളയുമ്പോൾ നിങ്ങൾക്കൊരു കംപ്ലീഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ പീസ് നിങ്ങൾക്ക് എവിടെയോ മിസ്സായിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ആ ഒരു പീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു പൂർണ്ണതയിൽ എത്താൻ പറ്റുകയുള്ളൂ എന്നാണ്. അപ്പോൾ ആ ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവണമെങ്കിൽ അതുകൂടി ചേരണം. അപ്പോൾ ആ ഒരു പീസ് ഇരിക്കേണ്ട ഭാഗത്തായിരിക്കാം നിങ്ങൾ കുറേ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് നിറച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത ചിന്തകൾ എടുത്തു കളഞ്ഞ് ആ ഒരു പീസ് അവിടെ വയ്ക്കുക എന്നാണ്. അപ്പോൾ നിങ്ങൾ പൂർണ്ണതയിൽ ആ ഒരു സമയം എത്തും എന്നാണ്. നമ്മൾ ക്ലെൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇമോഷൻസ്, നമ്മൾക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഹാബിറ്റ്സ്, ഇതൊക്കെ ഹോൾഡ് ചെയ്യാതെ അത് നിങ്ങൾ കളയുക. നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സും ശരീരവും ഫ്രഷ് ആയിക്കൊണ്ടേയിരിക്കണം. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് അത് നമ്മളിൽ ഫില്ലാക്കി വെക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എക്സാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പൂട്ടിയിട്ട പോലത്തെ ഒരു അവസ്ഥയാണ് ഇതിലും കുറേ ആൾക്കാർക്കുള്ള ഒരു എനർജി. നിങ്ങളുടെ ആ ഒരു കെട്ട് പൊട്ടിച്ച് നിങ്ങളൊന്ന് പുറത്തിറങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കാം ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല, ആ പൂട്ടിയിട്ട അവസ്ഥയിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ചില ചിന്തകളുടെ ചങ്ങല കൊണ്ട് സ്വയം പൂട്ടിയിട്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ശീലിച്ച ആൾക്കാർക്ക് അവർക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ തുടർന്നു പോകുന്ന ചില പാറ്റേൺ ഒക്കെ ഇവിടെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങേണ്ട സമയമാണ് എന്നാണ്. അപ്പോൾ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നത് എന്താണോ, അത് ചില ചിന്തകളായാലും മറ്റെന്താണെങ്കിലും ഈ സമയം
നിങ്ങളതൊന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങുക എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഒഴുക്കിനനുസരിച്ച് നീന്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒഴുക്കിലൂടെ പോവുക, അല്ലാതെ നിങ്ങളതിനെ മുറിച്ച് കടക്കാതിരിക്കുക എന്നാണ്. മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒഴുക്കിനനുസരിച്ച് നീന്താൻ ശ്രമിക്കുക. ഈ സമയം നിങ്ങൾ അത്തരത്തിൽ തീരുമാനങ്ങൾ ചിലപ്പോൾ എടുക്കുന്നുണ്ടാവാം. അതായത് വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോയിൽ പോകാൻ പറ്റാത്തത് നിങ്ങളുടെ ലൈഫിൽ നടന്ന സംഭവങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തതിനാലാണ് എന്നാണ്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പകുതി പണി കഴിയും, നമുക്കൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നടന്ന പല സംഭവങ്ങളുണ്ടാവാം. ആ സംഭവങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ അത് നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് പലപ്പോഴും പലരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് നടന്നു കഴിഞ്ഞു എന്ന് നിങ്ങളൊന്ന് അംഗീകരിക്കുക എന്നാണ് ഇതിൽ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ ഗൈഡൻസ് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്ന ഒരു സമയമാണ് എന്നാണ്. ഇതിനകത്ത് വഴി അറിയാതെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ്. എന്തു ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ പുറകിൽ നിന്ന് വലിക്കുന്ന ഒരു എനർജി ഇതിലുണ്ട്. ആരെങ്കിലും നിങ്ങളെ പുറകിൽ നിന്ന് വലിക്കുന്നുണ്ടായിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ പാസ്റ്റിലെ നിങ്ങളുടെ ഓർമ്മകളായിരിക്കാം. അപ്പോൾ അത് നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ പിടിച്ചു വലിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ആ പാസ്റ്റിലേക്ക് പോകുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ചാണ് ഇവിടെ സംഭവിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ പാസ്റ്റിലെ ഓർമ്മകൾ വിട്ട് നിങ്ങൾ പുറത്തേക്ക് വരിക എന്നാണ്. നിങ്ങളുടെ പാസ്റ്റിലെ ഓർമ്മകൾ നിങ്ങൾ വിട്ട് കളയണം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിട്ട് കളയേണ്ടി വരും. അത് റിലേഷൻഷിപ്പ് ആയാലും മറ്റെന്താണെങ്കിലും. അപ്പോൾ ചില വ്യക്തികളെ മറന്നു കളയാൻ പറ്റാതെ വീണ്ടും അവരുടെ ഓർമ്മകളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ മുന്നോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പുറകിലോട്ട് സഞ്ചരിക്കരുത്, നിങ്ങൾ മുന്നോട്ടാണ് പോകേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്ലീനിങ് ടു ദ പാസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ കുറേ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ ഇപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിൽ മറ്റുള്ളവർ കളിയാക്കിയത്, മറ്റുള്ളവർ പരിഹസിച്ചത്, മറ്റുള്ളവർ ചീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഓർത്ത് നിങ്ങളിവിടെ വേദനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളത് വിട്ടുകളയണം എന്നാണ്. അപ്പോൾ പാസ്റ്റ് ഈസ് പാസ്റ്റ്. നിങ്ങളിനി ഭാവിയിലേക്ക് നോക്കുക എന്നാണ്. ഭാവി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ഈ ഒരു പ്രസൻറ്റ് ലൈഫിൽ നിങ്ങൾ ജീവിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ പാസ്റ്റിലേക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല. എന്തിനാണ് പോകുന്നത്? അത് കഴിഞ്ഞ കാര്യമാണ്. അത് കടന്നു പോയി. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. നമ്മൾ കാണുന്ന പലരുടെയും പാസ്റ്റ് ലൈഫ് വളരെ പെയിൻഫുൾ ആയിരിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരുടെ ജീവിതത്തിലും വേദനകളും
പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷവും സമൃദ്ധിയുമൊക്കെ അനുഭവിക്കുന്ന ഒരു സമയത്തിലേക്കാണ് പോകുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം എങ്കിൽ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. മറ്റാരും നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കൂല എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ സ്വപ്നങ്ങളുടെ ഇൻറ്റൻസിറ്റി എത്രമാത്രം ആണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. ആ കാര്യങ്ങളൊക്കെയും നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷേ എന്തു കാര്യവും ചെയ്യേണ്ടത് നമ്മളാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കെപ്പോഴും വേണമെന്നുള്ളതാണ്. നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ സക്സസ്ഫുള്ളായിട്ട് വരുമെന്നുള്ളതാണ്. പിന്നെ അബൻഡൻസ് ആൻഡ് പ്രോസ്പെരിറ്റി ആണ്. ഈ ഒരു എംപ്രസ് എന്ന് പറയുന്നത് നിങ്ങളിരിക്കുന്നിടത്ത് പൈസ വരുമെന്നാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് അഫർമേഷനൊക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ചെറിയ പൈസയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിലും അതിന് നിങ്ങൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കറേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര മോശം സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളതെങ്കിലും നിങ്ങൾക്കൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് ഉറച്ച നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എത്ര കഠിനമായ സാഹചര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ സാധിക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഇതിൽ കിട്ടുന്നത്. നിങ്ങൾ വളരെ കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളത് ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ദൃഢമായ തീരുമാനം നിങ്ങൾക്കുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിൽ മുൻകൈയെടുത്ത് ഇറങ്ങുക എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റേണ്ട ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. അതിനുവേണ്ടി മുന്നിട്ടിറങ്ങേണ്ടതും നമ്മൾ മാത്രമാണ്. കൂടെയുള്ളവർ ചിലപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊരു സപ്പോർട്ട് നൽകുമായിരിക്കാം. പക്ഷേ അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങേണ്ടിയതും അത് വളരെ ഗൗരവത്തോടെ ചെയ്തു തീർക്കേണ്ടതും എല്ലാം നമ്മുടെ കടമയാണ്. അതുപോലെ ഇവിടെ നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ സാഹചര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് തടസ്സമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റാരിൽ നിന്നും ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഇപ്പോൾ മറ്റാരുടെയും സഹായം ലഭിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതിന് എത്ര മോശം സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾ ദൃഢനിശ്ചയത്തോടെ ഇറങ്ങിയാൽ അത് നിങ്ങൾക്ക് തീർച്ചയായും നിറവേറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അതായത് ഇപ്പോൾ പലരും സാഹചര്യങ്ങളെ കുറ്റം പറയാറുണ്ട്. അതായത് എനിക്ക് ഇത്തരത്തിലൊരു സാഹചര്യമായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ആകാൻ സാധിക്കാഞ്ഞത്, അല്ലെങ്കിൽ എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ വീട്ടിലെ ആ ഒരു സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. എന്നാൽ സാഹചര്യങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിനും തടസ്സമല്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രൗഢിയോടുകൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക്
ഈ ഒരു സമയം നിൽക്കാൻ സാധിക്കും എന്നാണ്. കാരണം നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലം നിങ്ങളിലേക്ക് തന്നെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കണം എന്നാണ് പാസ്റ്റിൽ ആഗ്രഹിച്ചത്, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയം ഇമോഷണൽ ബാലൻസ് വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ബന്ധങ്ങളിലൊക്കെ പെട്ടുപോയി നിങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ ഒരുപാട് സാമ്പത്തിക നഷ്ടമൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളത് തിരുത്താൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പൈസയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവണം. മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് നിങ്ങൾ കൂടുതൽ പ്രാക്ടിക്കൽ ആകുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ മേടിക്കുന്നുണ്ടാവാം. ഒരു ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ വാങ്ങുകയോ അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ് മാറ്റണമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ വേണം എന്ന് വിചാരിച്ച് മാറ്റം വരുത്താനുള്ള ആ ഒരു തീരുമാനം എടുക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. ഈ സമയം വളരെ കോൺഫിഡൻസ് കൂടുതലായിരിക്കും നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.